പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച സെക്കുലർ സാറ്റർഡേ പരിശോധിക്കുന്നത് ഒപെക്കിൽ നിന്ന് പിന്മാറാനുള്ള UAEയുടെ തീരുമാനത്തെയും അതിന് പിറകിൽ പ്രവർത്തിച്ച എണ്ണ ഉൽപ്പാദന മേഖലകളെ ആകെ കൈയടക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ അത്യാർത്തിയെയും സംബന്ധിച്ചാണ്. ഒപെക്ക് രൂപം കൊള്ളുന്നത് എണ്ണ നിക്ഷേപങ്ങളുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, വടക്കേ ആഫ്രിക്കൻ വരെ നീണ്ടുകിടക്കുന്ന ഈ അറബ് ലോകം, ആ അറബ് ലോകത്തെ എണ്ണ സമ്പത്തിനു മുകളിൽ ആധിപത്യമുറപ്പിക്കാനാണ് എണ്ണയുടെ കണ്ടുപിടുത്തം നടന്ന നാൾ മുതൽ ഫോസിൽ ഇന്ധന ഉറവകളുടെ നിക്ഷേപം ഈ പശ്ചിമേഷ്യൻ മേഖലയിലാണ് സമൃദ്ധമായുള്ളത് എന്ന് കണ്ടെത്തിയതു മുതൽ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾ, ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയൊക്കെ ചേർന്ന ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോസിൽ ഇന്ധനങ്ങൾക്ക് മുകളിൽ ആധിപത്യം നേടി എണ്ണ കുഴിച്ചെടുക്കുകയും അത് പമ്പ് ചെയ്യുകയും അത് റിഫൈൻ ചെയ്യുകയും ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ലോകത്തിലെ വൻ മുതലാളിത്ത രാജ്യങ്ങൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് എണ്ണക്ക് മുകളിലുള്ള തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു നിർത്താനാണ്. പക്ഷേ 1960കളിൽ ലോകത്താകെ ശീതയുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ സഹായത്തോടുകൂടി എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾക്കകത്ത് തങ്ങളുടെ രാജ്യത്തിൻ്റെ ദേശീയമായ പുരോഗതിക്ക് ഈ വിഭവങ്ങൾക്ക് മുകളിൽ തങ്ങൾക്ക് അധികാരം വേണം, നിയന്ത്രണം വേണം എന്ന നിലപാട് ഉയർന്നു വന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പശ്ചിമേഷ്യയിലെ നിരവധി രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് 1960കളിൽ 5ഓളം രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ഒപെക്കിന് രൂപം കൊടുക്കുന്നത്. 70കളാകുമ്പോഴേക്കും പശ്ചിമേഷ്യ മാത്രമല്ല, അറബ് ലോകമാകെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന, എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒപെക്ക് വിപുലപ്പെടുത്തുകയാണ്. ഒപെക്ക് രാജ്യങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിച്ചത് ഇറാഖിലെ ബാഗ്ദാദായിരുന്നു. അത് അമേരിക്കൻ എണ്ണക്കുത്തകൾക്ക്, റോക്ക്ഫെല്ലർ ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഭീമന്മാർക്ക്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പെട്രോളിയം, ഫ്രഞ്ച് പെട്രോളിയം തുടങ്ങിയിട്ടുള്ള എണ്ണക്കുത്തകൾക്ക് വലിയ ഭീഷണി ഉയർന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ രൂപത്തിനു മുകളിൽ, ഇന്ധന സ്രോതസ്സിനു മുകളിൽ തങ്ങൾക്കുള്ള ആധിപത്യം നഷ്ടപ്പെട്ടു പോകുന്നത് തങ്ങളുടെ ലോകാധിപത്യം തന്നെ വെല്ലുവിളിക്കപ്പെടുന്നതാണ്, ലോകാധിപത്യം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതിന് സമാനമാണെന്ന് ലോക സാമ്രാജ്യത്വ ശക്തികൾ ചിന്തിച്ചു. 1970കളിലാണ് അമേരിക്ക എണ്ണ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്ത് നിന്ന് കുഴിച്ചെടുക്കുന്ന എണ്ണക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ എണ്ണ ഇഷ്ടം പോലെ നിയന്ത്രണരഹിതമായി കുഴിച്ച് പമ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കോർപ്പറേറ്റുകളെ, വൻകിട എണ്ണ കുത്തകകളെ അനുവദിക്കില്ല എന്ന തീരുമാനം വന്നപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി കിസിഞ്ചർ തന്നെ പരസ്യമായി രംഗത്ത് വന്നു. തങ്ങൾ എണ്ണ കുഴിച്ചെടുക്കുന്നതിനും എണ്ണ പമ്പ് ചെയ്യുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുമെന്ന് പറഞ്ഞു. എണ്ണ ഇഷ്ടം പോലെ കുഴിച്ചു കൊണ്ടുപോകുന്നത് ഒരു കോർപ്പറേറ്റുകളെയും ഒരു എണ്ണ ഭീമന്മാരെയും ഞങ്ങൾ അനുവദിക്കില്ലെന്ന ശക്തമായ നിലപാട് ഒപെക്കിൻ്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ സാർവദേശീയ തലത്തിൽ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെയും സോഷ്യലിസ്റ്റ് ബ്ലോക്കിൻ്റെയും പിന്തുണയോടുകൂടി അത്തരമൊരു നിലപാട് ശക്തമായി ഉയർന്നു വന്നപ്പോൾ ഞങ്ങൾ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കും, സൈന്യത്തെ അങ്ങോട്ടേക്ക് അയക്കും എന്നുവരെ കിസിഞ്ചർ അന്ന് പ്രസ്താവന ഇറക്കി. പക്ഷെ അന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ സാർവദേശീയ രംഗത്തെ സൈനികവും സാമ്പത്തികവുമായ ഒരു ശക്തി സാന്നിധ്യം, ആ ശക്തി സാന്നിധ്യം ഈ എണ്ണ
നിക്ഷേപ രാജ്യങ്ങളെ, എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളെ വലിയ രീതിയിൽ സഹായിച്ചു. അതുകൊണ്ട് തന്നെ എണ്ണ ഇഷ്ടം പോലെ കുഴിച്ച് നിയന്ത്രണമില്ലാതെ പമ്പ് ചെയ്തു കൊണ്ടുപോകാനാണ് അമേരിക്കയിലെയും യൂറോപ്പിലെയും കുത്തകൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ എണ്ണപ്പാടങ്ങൾ അടച്ചിടും എന്ന് സദാം ഹുസൈൻ ഉൾപ്പെടെയുള്ള എണ്ണ കുഴിച്ചെടുത്ത് കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ, സദാം ഹുസൈൻ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ പ്രഖ്യാപിക്കുന്ന അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് എണ്ണപ്പാടങ്ങൾ ഞങ്ങൾ സൈന്യത്തെ അയച്ച് പിടിച്ചെടുക്കുമെന്നൊക്കെ അമേരിക്ക പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടന്നതിലേക്ക് എടുത്തത്. അതിനെയൊക്കെ നേരിട്ട് കൊണ്ടാണ് തങ്ങളുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ, അതിന് നിയന്ത്രണങ്ങളുണ്ട്, ഞങ്ങൾക്ക് ആഗോള മാർക്കറ്റിൽ ന്യായമായ വില കിട്ടണം എന്നൊക്കെയുള്ള നിലപാടുകൾ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. അത് ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ പുരോഗതിക്ക് പ്രധാനപ്പെട്ട അടിസ്ഥാനമായി നിന്നത് ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായ എണ്ണയുടെയും പ്രകൃതിവാതകങ്ങളുടെയും മുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആ മേഖലയിലെ കോർപ്പറേറ്റുകളെ നിയന്ത്രിക്കാൻ, കോർപ്പറേറ്റുകളുടെ നിരുപാധികമായ വ്യവസ്ഥാരഹിതമായ കൊള്ളയെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ഒപെക് തീരുമാനങ്ങളാണ്. ഒപെക് രാഷ്ട്രങ്ങളുടെ സംഘടിത ശക്തിയാണ്. അത് എല്ലാ കാലത്തും അമേരിക്കക്ക് ലോക എണ്ണ വിപണിയിൽ വലിയ വെല്ലുവിളിയായിരുന്നു. അതിനെ മറികടക്കാനാണ് നിരന്തരമായിട്ട് പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ടിരുന്നത്, സാമ്രാജ്യ ശക്തികൾ ഇടപെട്ടുകൊണ്ടിരുന്നത്. പശ്ചിമേഷ്യയിൽ അതിനുവേണ്ടിയാണ് അവർ ഇസ്രയേൽ രാഷ്ട്രത്തെ തന്നെ ഉണ്ടാക്കി. 1948 ഇസ്രയേൽ രാഷ്ട്രം ഉണ്ടാകുമ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് എണ്ണ നിക്ഷേപ, ഫോസിൽ ഇന്ധനങ്ങളുടെ സമൃദ്ധമായ നിക്ഷേപമുള്ള, പ്രകൃതിവാതകത്തിൻ്റെയും പെട്രോളിയത്തിൻ്റെയും നിക്ഷേപമുള്ള ഈ മേഖലയിലെ ഒരു ഔട്ട് പോസ്റ്റായി ഇസ്രയേലിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് പാലസ്തീനികളുടെ സ്വന്തം മണ്ണ് അപഹരിച്ച് ഇസ്രയേൽ രാഷ്ട്രമുണ്ടാക്കിയത്. അതിനെ എതിർത്ത, അതിനെ പ്രതിരോധിച്ച പലസ്തീനികളായ അറബ് വംശജരെ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്തത് ഡെറിസിൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്, അരിഞ്ഞു വീഴ്ത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ രാഷ്ട്രത്തെ അംഗീകരിക്കാതെ, ഇസ്രയേലാക്കി മാറ്റിയ പലസ്തീൻ്റെ മണ്ണിൽ നിന്ന് ഒഴിഞ്ഞുപോക്കാൻ കൂട്ടാക്കാതെ ഇസ്രയേൽ സൈന്യത്തോട്, സയനിസ്റ്റ് ഭീകരതയോട് ഏറ്റുമുട്ടിയ പലസ്തീൻ മണ്ണിൻ്റെ മക്കളെ അരിഞ്ഞു വീഴ്ത്തി കൂട്ടക്കൊല നടത്തിക്കൊണ്ടാണ് ഇസ്രയേൽ രാഷ്ട്രം അമേരിക്കയും പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങളുമെല്ലാം ചേർന്ന് സാക്ഷാത്കരിച്ചത്. എത്രയോ കാലമായി പശ്ചിമേഷ്യൻ മണ്ണിലെ സംഘർഷങ്ങൾക്ക്, പശ്ചിമേഷ്യൻ മണ്ണിലെ യുദ്ധങ്ങൾക്ക് എല്ലാം കാരണമായി നിന്നത് പലസ്തീൻ പ്രശ്നവും എണ്ണയുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അമേരിക്കയുടെ പ്രസിഡന്റുമാർ, അത് റിപ്പബ്ലിക്കനായാലും ഡെമോക്രാറ്റ് ആയാലും എല്ലാ കാലത്തും ഈ എണ്ണക്ക് മുകളിലുള്ള തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ഒപെക്കിനെ ദുർബലപ്പെടുത്തുക, ഒപെക്കിനെ ഇല്ലാതാക്കുക എന്ന ഒരു സ്ട്രാറ്റജി, അതിനുവേണ്ടിയുള്ള സൈനികവും രാഷ്ട്രീയവുമായ നീക്കങ്ങൾ എല്ലാ കാലത്തും അവിടെ നടത്തിയിരുന്നു. ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻഷിപ്പിലേക്ക് വന്ന് ഒന്നാം ടൈമിൽ വന്ന് അദ്ദേഹം 2020 ഈ ഒപെക്കിൻ്റെ ഭാഗമായി നിന്നിരുന്ന UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധത്തിലെത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. 1920 ട്രംപ് അബ്രഹാം കരാറിൻ്റെ ഭാഗമായിട്ട് പശ്ചിമേഷ്യയിൽ നിന്ന് അറബ് മേഖലയിൽ നിന്ന് 2 രാഷ്ട്രങ്ങളെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിലേക്ക് എത്തിച്ചു. അതിലൊരു രാഷ്ട്രമാണ് UAE. ആ UAE ആണ് ഇപ്പോൾ ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ, പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒപെക്കിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവരെന്താ ലോകത്തോട് പറയുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കുഴിച്ചെടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഒപെക് രാഷ്ട്രങ്ങളുടെ 10-15% എണ്ണ എന്ന് പറയുന്നത് സൗദി അറേബ്യയും UAE ഒക്കെ അടങ്ങുന്ന മേഖലയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ എണ്ണ ഇഷ്ടം പോലെ കുഴിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലോക വിപണിയിൽ അത് എത്തിക്കാൻ കഴിയും. അപ്പോൾ ഒപെക്കിൽ നിന്ന് UAE പിന്മാറുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ പല വലതുപക്ഷ ബുദ്ധിജീവികളും പറയുന്നത് എണ്ണയുടെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറയും എന്നുള്ളതാണ്. വില കുറക്കാൻ വേണ്ടിയല്ല, എണ്ണ സുലഭമായി അന്താരാഷ്ട്ര വിപണിയിലെത്തിച്ച് എണ്ണയുടെ വില കുറക്കാൻ വേണ്ടിയല്ല അമേരിക്ക ഈ നീക്കം നടത്തുന്നത്. മറിച്ച് തങ്ങൾക്ക് ഈ മേഖലയിൽ ഭീഷണിയായി കഴിഞ്ഞിരിക്കുന്ന ഒപെക് സംഘടനയെ തകർക്കാനും ഈ മേഖലയിലെ എണ്ണയുടെ മുകളിൽ നിരുപാധികമായ വ്യവസ്ഥാരഹിതമായ ആധിപത്യമുറപ്പിച്ച് ആഗോള വിപണിയിൽ
എണ്ണയുടെ പേരിൽ വലിയ കൊള്ള ലോകമെമ്പാടുമുള്ള ജനങ്ങളെ എണ്ണയുടെ വിലക്കയറ്റത്തിലൂടെ നടത്താനും വേണ്ടിയാണ് അമേരിക്ക ഈ നീക്കങ്ങൾ നടത്തുന്നത്. ഇറാനെതിരായിട്ട് കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് യുദ്ധം ആരംഭിച്ചത്. ആ യുദ്ധം 2 മാസം ആകുമ്പോഴേക്കും എന്താണ്, ഒപ്പക്കിനെ തന്നെ തകർക്കാനുള്ള, അതിനെ തന്നെ അസ്ഥിരീകരിക്കാനുള്ള നീക്കമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദക രാജ്യമാണ് ഇറാൻ. എണ്ണ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ 3-ാം സ്ഥാനമാണ് ഇറാനുള്ളത്. പ്രകൃതിവാതകങ്ങളുടെ കാര്യത്തിൽ, പ്രകൃതിവാതക നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ എന്ന് പറയുന്നത് ലോകത്തിലെ 2-ാം സ്ഥാനത്തുള്ള രാജ്യമാണ്. അപ്പോൾ ഇറാനെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളുടെ, പ്രത്യേകിച്ച് ഒപ്പക് രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. അതിനെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഒപ്പക്കിൽ നിന്ന് GCC രാജ്യങ്ങളെ ഓരോന്നായിട്ട് പിന്മാറ്റാനുള്ള വളരെ തന്ത്രപരമായ ഒരു നീക്കം അമേരിക്ക ആരംഭിച്ചിരിക്കുന്നത്. അത് ഇന്നത്തെ ഒരു ലോകക്രമത്തിനകത്ത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും അത് നേതൃത്വം കൊടുക്കുന്ന ലോക മുതലാളിത്തത്തിനുമെതിരായിട്ടുള്ള എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ ഈ ബദലിനെ, ഈ ശക്തി കേന്ദ്രത്തെ, ഒപ്പക്കിനെ ദുർബലപ്പെടുത്തുക വഴി വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അത് ലോകത്തിൻ്റെ സമ്പദ്ഘടനയിലും ജനജീവിതത്തിലും ഉണ്ടാകും. അതുകൊണ്ട് ട്രംപിൻ്റെയും അമേരിക്കൻ മുതലാളിത്തത്തിൻ്റെയും ലോകത്തിൻ്റെ വിഭവങ്ങളാകെ കൈയടക്കാനുള്ള അത്യാർത്തിയും അധിനിവേശ വ്യാജയും തിരിച്ചറിഞ്ഞുകൊണ്ട് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒപ്പക്കിൽ നിന്ന് പിന്മാറുന്നത് മൂലം ലോക ജനതയ്ക്ക്, ലോക സമ്പദ്ഘടനയ്ക്കുണ്ടാകുന്ന ആഘാതങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ ജനാധിപത്യവാദികളുടെയും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുള്ള എല്ലാ വിഭാഗങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉയർന്നു വരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.